നാളുകളേറെയായി സംഘപരിവാരം ഇസ്ലാമിക സമൂഹം വളരെയേറെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന പല വിഷയങ്ങളിലും വർഗീയത കുത്തി നിറച്ച് അപകടകരമായ രീതിയിൽ ഈ രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നന്മയുടെ മാർഗത്തിലുള്ള ഏത് ത്യാഗപരിശ്രമങ്ങളെയും ഇസ്ലാമിന്റെ വിശാല വീക്ഷണത്തിൽ ജിഹാദ് എന്ന് പറയാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ ആ പദത്തെ ഇസ്ലാമിന് അന്യമായ സ്ത്രീ പുരുഷ അവിഹിത ബന്ധങ്ങളോട് ചേർത്ത് ലവ് ജിഹാദ് എന്നും റോമിയോ ജിഹാദ് എന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഈ രാജ്യത്ത് കുപ്രചരണങ്ങളും വർഗീയതയും പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ എല്ലാ ഓരോ മതവിശ്വാസികൾക്കും വിവാഹത്തിനും വിവാഹമോചനത്തിനും മതപരമായ അനുവാദങ്ങളും അതിനനുസൃതമായ നിയമങ്ങളുമുണ്ട് എങ്കിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ത്വലാഖ് എന്ന പ്രക്രിയ അപകടകരമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയും അതിനെ ഈ രാജ്യത്ത് ഒരു ക്രിമിനൽ കുറ്റമാക്കി സംഘപരിവാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തീവ്രവാദ മതവേദ ഗ്രന്ഥമാണ് എന്ന് സംഘപരിവാരം ഈ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലകളിലും ഹലാലും ഹറാമുകളും അവൻ സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ മാത്രമല്ല, വസ്ത്രത്തിലായാലും സമ്പാദ്യത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും ഒരു മനുഷ്യന്റെ നോട്ടവും കേൾവിയും സംസാരവും ചിന്തയിലാണെങ്കിൽ പോലും ഹലാലിനെയും ഹറാമുകളെയും സൂക്ഷിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അതിനെപ്പോലും ഹലാൽ ജിഹാദ് എന്ന് പറഞ്ഞ് സംഘപരിവാരം വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ പള്ളിയിൽ നിന്ന് കേട്ട ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്കുള്ള ക്ഷണമായ ബാങ്കിനെ പോലും വർഗീയത കൂട്ടിക്കലർത്തി ബാങ്ക് ജിഹാദ് എന്ന പേരിലും സംഘപരിവാരം വർഗീയമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായ വർഗീയ കുപ്രചരണങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് വളരെ വിശുദ്ധമായും പവിത്രതയോടുകൂടിയും വിശുദ്ധ ഇസ്ലാം നോക്കിക്കാണുന്ന വഖഫ് എന്ന മഹത്തായ ഒരു പ്രവർത്തനം. അത് അന്യമതസ്ഥരായ ആളുകളുടെ സമ്പത്ത് തട്ടിയെടുക്കുവാനുള്ള മുസ്ലിമുകളുടെ ഒരു കുതന്ത്രമാണ് എന്ന് പറയാനും ആ നിലയിൽ പ്രചരിപ്പിക്കുവാനും ഇവിടെ വഖഫ് പാടില്ല, ആ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവകകളെ നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ഭേദഗതികൾ വേണമെന്ന് പറഞ്ഞ് RSS ഈ രാജ്യത്ത് കുപ്രചരണങ്ങൾ നടത്തുകയും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഖഫ് സ്വത്തുകളെ തട്ടിയെടുക്കുവാനുള്ള കുൽസിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൃത്യമായി എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാഷകന്മാർ നിങ്ങളുടെ മുന്നിൽ അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന് നടത്തുന്ന സമർപ്പണമാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫിന്റെ മേൽനോട്ടത്തിനായി നിയമിക്കപ്പെട്ട വഖഫ് ബോർഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തിന്റെ BJPയുടെ MP ആയ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. വഖഫ് ബോർഡ് എന്ന പേര് പറയാൻ പോലും അദ്ദേഹം തയ്യാറല്ല. 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ബോർഡ്. ആ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എത്ര കിരാതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന ഒരു നടൻ പൊതുജനത്തിന്റെ മുന്നിൽ തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മിസ്റ്റർ സുരേഷ് ഗോപി, RSS എന്ന 3 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട വർഗീയ പ്രത്യയ ശാസ്ത്രത്തെക്കാൾ കിരാതമായ എന്ത് നടപടിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്? വഖഫ് ബോർഡ് എന്ന പേര് പറയാൻ താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. വഖഫിന്റെ വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട്, വഖഫിന്റെ പരിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് ആ നാമം പറയാനുള്ള യോഗ്യത പോലും RSSന്റെ ചാണക സംസ്കാരം പേർക്കൊള്ളുന്നതായ സുരേഷ് ഗോപിക്ക് അർഹതയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? RSS ഏതെങ്കിലും ഒരു പട്ടാപ്പകല് 500 കൊല്ലം അന്യമതസ്ഥർ ആരാധന നടത്തുന്ന ആരാധനാലയത്തിലേക്ക് കടന്നു കയറിയിട്ട് ഇവിടെ ഞങ്ങളുടെ കേന്ദ്രമാണ്, ഞങ്ങളുടെ ആരാധനാലയമാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന
നാണം കെട്ട പരിപാടിയല്ല വഖഫ് എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസിയുടെ സമർപ്പണമാണ്. സംഘപരിവാരം ഇവിടെ പ്രചരിപ്പിക്കുന്നു വഖഫ് എന്ന് പറഞ്ഞാൽ നാളെ ഒരുത്തൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇത് എന്റേതാണ്, ഇത് ഞങ്ങൾ വഖഫ് ചെയ്തതാണ്, ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന്. വഖഫിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിക്കണം. ഒരു വഖഫ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്വത്ത്, ഒരു മുതല് അത് വഖഫ് ചെയ്യണമെങ്കിൽ പരിപൂർണമായും അവൻ അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. അല്ലാതെ കണ്ടവന്റെ പറമ്പി കല്ല് കൊണ്ടിട്ടിട്ട് എന്റേതാണെന്ന് പറയുന്ന നാണം കെട്ട സംസ്കാരമല്ല വഖഫ് എന്ന് പറയുന്നത്. അവന് പരിപൂർണമായ അവകാശം, ഉടമസ്ഥാവകാശം അതിനുണ്ടായിരിക്കണം. അവൻ ദൈവമായ പടച്ചവന് വേണ്ടിയിട്ട് അത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ അനന്തര സ്വത്തിന് അവകാശമുള്ളവർക്കോ അതിൽ യാതൊരുവിധ അവകാശവുമില്ല. അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ആ വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു കൈകാര്യകർത്താവായ മുത്തവല്ലി എന്നൊരു വ്യക്തി ഉണ്ടാവും. ഈ മുത്തവല്ലിമാർ വഖഫ് സ്വത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് ഈ രാജ്യത്ത് വഖഫ് ബോർഡിനെ നിയമിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ഇവിടെ SDPയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ ഇവിടുത്തെ അന്യമതസ്ഥരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി വഖഫ് ബോർഡ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്നതൊന്നുമല്ല. നമ്മൾ എന്താ കരുതിയേ ഇവിടെ മുസ്ലിമുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള നിയമങ്ങളും ബോർഡുകളും ഉണ്ട് എന്ന് നമ്മൾ കരുതിയോ? ഒരിക്കലുമല്ല. ഹൈന്ദവ സമുദായത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഇവിടെ എത്രയോ ബോർഡുകളുണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പോലെയുള്ള ദേവസ്വം ബോർഡുകൾ ഇവിടെയുണ്ട്. ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ട് എന്ന് പറഞ്ഞ് ഹൈന്ദവ സമുദായത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള പ്രത്യേക നിയമം ഇവിടെയുണ്ട്. ഹരിദ്വാര പ്രബന്ധക കമ്മിറ്റി എന്ന പേരിൽ സിഖ് മതവിശ്വാസികളുടെ സമ്പത്തിനെ സംരക്ഷിക്കുവാനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതല്ലാതെ മുസ്ലിമുകൾക്ക് മാത്രം ഒരു വഖഫ് ബോർഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. എന്ന് മാത്രമല്ല, ഈ വഖഫ് ബോർഡ് എന്നാണ് ഉണ്ടായത്? വഖഫിന്റെ നിയമങ്ങൾ എന്നാണ് ഇവിടെ ഉണ്ടായത്? ഇന്ത്യ രാജ്യത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ചർച്ചകൾ നടത്തപ്പെട്ടിരുന്നു. അങ്ങനെ 1863 റിലീജിയസ് എൻഡോമെന്റ് ആക്ട് എന്നൊരു നിയമം ഇവിടെ വന്നു. 1913 വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് വന്നു. 1920 ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട് എന്നൊരു നിയമം വന്നു. പിന്നീട് 1923 വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുസൽമാൻ വഖഫ് ആക്ട് എന്നൊരു നിയമം വന്നു. ഇങ്ങനെ പല നാടുവഴികളിലൂടെ കൃത്യമായ ആലോചനകൾക്ക് ശേഷമാണ് ഇങ്ങനെ പല നിയമങ്ങളും വന്നത്. പിന്നീട് 1947 ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുകയും വിഭജനാനന്തരം ഇന്ത്യയിലെ ജന്മിമാരായ ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തുപോയപ്പോൾ അവരുടെ ഏക്കർ കണക്കിന് ഭൂസ്വത്ത് ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഈ ഭൂസ്വത്തുക്കളെല്ലാം സ്വാഭാവികമായും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൈവശം വന്നു. ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചനകൾ ഉണ്ടായി. അവിടെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ ഈ മുസ്ലിമുകൾ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്ത് മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് തന്നെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ, മുൻഗാമികളായ മുസ്ലിം ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഖബറകൾ ഉണ്ടായിരുന്നു, ഖബർസ്ഥാനുകൾ ഉണ്ടായിരുന്നു, പള്ളികളും മദ്രസകളും ഉണ്ടായിരുന്നു. രാജഭരണം അവസാനിച്ച് അതെല്ലാം ഈ രാജ്യത്ത് അന്യാധീനപ്പെട്ടു പോകണ്ട എന്ന് കരുതി അതിന്റെ നിരീക്ഷണ ചുമതലയും വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ വിവിധ സ്വത്തുക്കൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടുന്നതായ ഒരു പശ്ചാത്തലം കണക്കിലെടുത്താണ് 1954 യൂണിയൻ ഗവൺമെന്റ് വഖഫ് ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവന്നത്. എന്നാൽ നാളുകൾ പലത് കഴിഞ്ഞു കടന്നു പോകുമ്പോഴും ഈ നിയമത്തിൽ ഒരുപാട് അപാകതകളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്.
പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധ്യമാകുന്നതല്ല. അങ്ങനെ അതിനുശേഷം 1984 30 വർഷം കഴിഞ്ഞിട്ട് ആ നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവന്നു. വീണ്ടും ചർച്ചകൾ നടന്നു. നിയമങ്ങളിൽ ഭേദഗതികൾ വരണം, പരിപൂർണമായ നിയമമാക്കി മാറ്റണം. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഇത്. വഖഫിന്റെ സ്വത്തുക്കളെ പരിപൂർണമായും സംരക്ഷിക്കപ്പെടണം, സമൂഹത്തിന്, സമുദായത്തിന്, രാജ്യത്തിന് പ്രയോജനപ്പെടണം എന്ന നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരുന്നു 2 തവണ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. 84 ശേഷം വീണ്ടും 995 ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വഖഫ് ആക്ട് കൊണ്ടുവരികയായിരുന്നു. ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളിയിരുന്ന നല്ലവരായ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ, ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി മുൻഗാമികൾ വഖഫ് ചെയ്തിരുന്ന, ഈ സമൂഹത്തിന് കൈവഴികളായി കൈമാറി കിട്ടിയിരുന്ന ഈ സ്വത്തുക്കൾ ഇത് കൃത്യമായി സംരക്ഷിക്കാനായി ഈ രാജ്യത്ത് വഖഫ് നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമം ആക്ഷേപത്തിനിടയില്ലാതെ എല്ലാ മനുഷ്യരും, മുസ്ലിമുകളും ഹിന്ദുക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ രാജ്യത്ത് അവരവരുടേതായ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സംഘപരിവാരത്തിന്റെ കുപ്രചരണങ്ങൾ വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞാൽ, റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ, മൂന്നാമത് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് വഖഫ് ബോർഡിനാണ്. നമ്മളുമൊക്കെ ഇതിങ്ങനെ പറയുകയും കേൾക്കുകയും വിശ്വസിക്കുകയും സംഘപരിവാരം ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ട് കണ്ടോ. ആഭ്യന്തര മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് മുസ്ലിമുകൾക്കാണ്, വഖഫ് ബോർഡിനാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നല്ല കണ്ണായ സ്ഥലങ്ങൾ മുഴുവനും വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞവർ പിടിച്ചെടുക്കുകയാണ്. നമ്മുടെ മണ്ണ് മുഴുവൻ അവർ പിടിച്ചെടുക്കുകയാണ്. ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഹിന്ദു ഉണരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ വസ്തുതകൾ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഏകദേശം 8,70,000 വഖഫുകളിലായി 9,40,000 ഏക്കർ ഭൂമിയാണുള്ളത്. കേൾക്കുമ്പോൾ നമുക്കും വലിയ സംഭവമായിട്ട് തോന്നും. 9,40,000 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ സ്വന്തമായിട്ടുണ്ട്. ഇതിപ്പോ ഇന്ത്യ രാജ്യത്ത് മൂന്നാമത്തെ ഭൂസ്വത്തിന്റെ ഉടമകളാണോ? നമ്മളിത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ദേശീയ അധ്യക്ഷനായ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി അദ്ദേഹം പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ ഹിന്ദു എൻഡോവ്മെന്റിന്റെ സ്വത്തായി, ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കളായി 4,70,800 ഏക്കർ ഭൂമി തമിഴ്നാട്ടിൽ മാത്രം 4,70,800 ഏക്കർ ഭൂമിയുണ്ട്. ആന്ധ്രാപ്രദേശിൽ 4,60,800 ഏക്കർ ഭൂമിയുണ്ട്. അഥവാ 2 സംസ്ഥാനങ്ങളുടെ കണക്ക് മാത്രം എടുത്തപ്പോൾ 9,40,000 ഏക്കർ ഭൂമി, അഥവാ ഇന്ത്യ മുഴുവനും വഖഫ് ബോർഡിന് എത്രത്തോളം സ്വത്തുണ്ടോ അത്രയും സ്വത്ത് 2 സംസ്ഥാനങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഹിന്ദു എൻഡോവ്മെന്റിന്റെ കീഴിലുണ്ട് എങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവനും കണക്കെടുത്താൽ വഖഫ് ബോർഡ് പിന്നെ എവിടെ ആയിരിക്കും? നമ്മളൊന്ന് ഓർക്കണം, ഇതൊരു കുപ്രചരണമാണ്. മുസ്ലിമുകൾ സമ്പത്ത് വാരിക്കൂട്ടി കുഴപ്പമുണ്ടാക്കുന്നു എന്ന പേരിൽ സംഘപരിവാരം ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. വെറുതെ ഒന്നും ഒരുത്തന്റെയും ഭൂമിയിൽ കയറിയിട്ട് ഇത് വഖഫ് സ്വത്താണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇന്ത്യയിലെ വഖഫ് സ്വത്തുകൾക്ക് കൃത്യമായ നിയമമുണ്ട്. ഒന്ന്, വഖഫ് നാമയിലൂടെ, അഥവാ കൃത്യമായ രേഖയിലൂടെ ഇന്നയാളുടെ ഇത്ര സ്വത്ത്, ഇത്ര ഭൂമി, ഇന്ന സാധനങ്ങൾ ഇതാ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന രേഖയോടുകൂടി, വഖഫ് നാമയോടുകൂടി നൽകപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് വഖഫിന്റെ നിയമത്തിന്റെ ഉള്ളിൽ വരികയാണ്. രണ്ടാമത്തത് ഇവിടെ പറഞ്ഞതുപോലെ വാക്കാലുള്ള വഖഫ് നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടാവും. ഏതെങ്കിലും നല്ലവരായ സമ്പന്നരായ ആളുകൾ അവർ പള്ളികൾ വെച്ചിട്ട്, മദ്രസകൾ വെച്ചിട്ട്, ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ വെച്ചിട്ട് ഉദ്ഘാടനത്തിന്റെ സമയമാവുമ്പോ അവർ പ്രഖ്യാപിക്കും. ഒരുപക്ഷെ അറബി നാട്ടിലുള്ള ഏതെങ്കിലും നല്ലവരായ അറബികൾ പള്ളി വെച്ചിട്ട് അവർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവർ പ്രഖ്യാപിക്കും, ഈ പള്ളിയും ഇത്ര സ്ഥലവും പൊതുജനത്തിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. വാക്കാലുള്ള വഖഫ് ഇസ്ലാമികമായ അംഗീകാരമുള്ളതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരവും അംഗീകരിക്കപ്പെടുന്നതാണ്. മൂന്നാമത് വഖഫായി കടന്നു വരുന്നത് വഖഫ് ബൈ യൂസർ എന്ന് പറയും. അഥവാ നിരവധി വർഷങ്ങൾ
മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലാസ് റൂമിന്റെ മൂലയിൽ ഒരു 10ാം ക്ലാസ്സുകാരി ഒരു വർഷം നിസ്കരിച്ചാൽ പിന്നെ ആ ക്ലാസ് റൂം വഖഫായി പെട്ടു എന്ന് സംഘപരിവാരം പറയുന്ന പോലെയല്ല. ഈ നിയമം എന്തിനാണ് നാം അറിയണം. ഇവിടെ മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ, ആ മുഗൾ ചക്രവർത്തിമാർ വർഷങ്ങളായി പള്ളിക്ക് വേണ്ടി കൊടുത്ത, മദ്രസകൾക്കും മക്ബറകൾക്കും വേണ്ടി കൊടുത്ത സ്ഥലങ്ങൾ രാജഭരണത്തിന് ശേഷം അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടാകില്ല. പക്ഷേ അത് മുസ്ലിമുകൾ കൃത്യമായി ഉപയോഗിച്ചു വന്നതാണ് എന്ന തെളിവുള്ളതിന്റെ പേരിൽ ആ സ്ഥലവും വഖഫ് ബോർഡിന്റെ കീഴിലാണ്. ഇങ്ങനെ 3 നിലയിൽ വഖഫ് നാമയിലൂടെ, കൃത്യമായ രേഖകളിലൂടെ, രണ്ടാമത് വാക്കാലുള്ള വഖഫിലൂടെ, മൂന്നാമത്തേത് വഖഫ് ബൈ യൂസറിലൂടെയും ഇന്ത്യ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളും ഓരോ വസ്തുക്കളും വഖഫായി മാറുന്നതാണ്. അതല്ലാതെ നമ്മുടെ വെറും അവകാശവാദങ്ങൾ മാത്രമല്ല. ഇന്ത്യ രാജ്യത്ത് വഖഫ് സ്വത്തുകളെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തിയാൽ പള്ളികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്തിനൊക്കെ വേണ്ടി വഖഫ് ചെയ്യാം? പള്ളിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന ഏത് ധാർമ്മികമായ, ജീവകാരുണ്യപരമായ, അതേപോലെ തന്നെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യാം. ആശുപത്രികൾ അവിടെ നടത്താം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ നടത്താം, അതേപോലെ തന്നെ അവിടെ സ്കൂളുകൾ നടത്താം. ഇങ്ങനെ എല്ലാ നിലയിലും വഖഫിന്റെ സ്വത്തുകൾ ഉപയോഗപ്പെടുത്താമെന്ന് പറയുമ്പോൾ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വഖഫിന്റെ സ്വത്തുക്കളെ ഇന്ത്യ രാജ്യത്തിലെ ഭരണകൂടമോ അല്ലെങ്കിൽ വഖഫ് സ്വത്ത് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരോ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കയ്യേറ്റങ്ങൾ വഖഫ് ഭൂമികളിൽ നടത്തപ്പെടുന്നുണ്ട്. അധികാരികളുടെ മൗനാനുവാദത്തോടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടേതായ നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെയും ഇന്ത്യ രാജ്യത്ത് 10,000-കണക്കിന് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുക. അതിന്റെ കേവലം ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ, ബോംബെയിൽ അനിൽ അംബാനിക്ക് 27 നിലയുള്ള ആന്റില എന്നു പേരുള്ള ഒരു കൊട്ടാരമുണ്ട്. അനിൽ അംബാനിയുടെ കൊട്ടാരം 27 നിലയുണ്ട്. സഹോദരങ്ങളെ, ആ അനിൽ അംബാനിയുടെ 27 നില കൊള്ളുന്നതായ ആന്റില എന്ന കൊട്ടാരം നിൽക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. അന്നത്തെ 21 കോടി രൂപയ്ക്കാണ് അയാൾക്ക് അത് എഴുതി കൊടുത്തത്. 21 കോടി രൂപ. നിങ്ങൾക്കറിയോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത ഭൂമിയിൽ നിന്നും 21 കോടി രൂപയ്ക്ക് അനിൽ അംബാനിക്ക് അത് കൊടുക്കുമ്പോ അന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 150 കോടിയെങ്കിലും ആ സ്വത്തിന് വിലയുണ്ടായിരുന്നു. അതിനെ തുച്ഛമായ നിലയിൽ 21 കോടിക്ക് കണ്ടവൻ എഴുതി കൊടുക്കുക. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംസ്കാരം നിലനിൽക്കുന്നതായ തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ സ്ഥലങ്ങളുണ്ട്. ആ ഹൈദരാബാദിൽ മാത്രം അവിടുത്തെ ഹൈടെക് സിറ്റി നിലനിൽക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ പ്രധാന ഓഫീസുകൾ വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. മൈക്രോസോഫ്റ്റ് കമ്പനികൾ നിൽക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. ടോളിഗഞ്ച് ക്ലബ്ബ് നിൽക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ്ബ് നിൽക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. ബാംഗ്ലൂരിലെ ITC വിൻസ്റ്റർ ഹോട്ടൽ എന്ന പ്രധാനപ്പെട്ട ഹോട്ടൽ നിൽക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ്. എത്രത്തോളം ഈ രാജ്യത്ത് വഖഫിന്റെ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ പോലും ഏക്കർ കണക്കിന് വഖഫിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. ഡൽഹി ജുമാ മസ്ജിദിന് അവകാശപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ പോലും കയ്യേറപ്പെട്ടിരിക്കുന്നു. ജുമാ മസ്ജിദ് പോലും കയ്യേറപ്പെടുമെന്ന അവസ്ഥയിൽ വന്നിരിക്കുക. ആന്ധ്രാപ്രദേശിൽ മാത്രം 81,000 ഏക്കർ വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു. എത്രയാ? 81,000 ഏക്കർ ഭൂമി. നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ 185 വഖഫിന്റെ സ്വത്തുക്കൾ പലരും കയ്യേറിയിരിക്കുന്നു. ഹരിയാനയിൽ 891 വഖഫിന്റെ സ്വത്തുക്കൾ കയ്യേറിയിരിക്കുന്നു. ബീഹാറിൽ 94. നമ്മുടെ ഈ കേരളത്തിൽ 30ഓളം വഖഫിന്റെ സ്വത്തുക്കൾ കയ്യേറപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അതാത് കാലങ്ങളിൽ വഖഫിനെ പറ്റിയിട്ട് ഈ രാജ്യത്ത് കൃത്യമായ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്.
2007, 2008 ഇന്ത്യയിലെ വഖഫ് സ്വത്തുകളെ പറ്റിയിട്ട് പഠനം നടത്താൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്നത്തെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരുന്ന റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എടുക്കുകയുണ്ടായി. അന്നത്തെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളിലെ എംപിമാർ അതിൽ അംഗങ്ങളായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചു, വഖഫ് ഭൂമികളെ സന്ദർശിച്ചു, അതിനെ പറ്റിയിട്ട് കൃത്യമായ കണക്കെടുപ്പ് നടത്തി. 2008 അവർ കേരളത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഇതിനെല്ലാം ശേഷം ബൃഹത്തായ ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അതിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല. ഉത്തർപ്രദേശിന്റെ ഉത്തരേന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ കേറിക്കിറക്കാൻ ഒരു കിടക്കാടം പോലും ഇല്ലാതെ തെരുവോരങ്ങളിൽ ടെന്റുകൾ കെട്ടി താമസിക്കുന്ന ഈ രാജ്യത്തിന്റെ മക്കളുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ ഈ രാജ്യത്ത് ടെന്റ് നടക്കുന്നതായി സമുദായത്തിന്റെ മക്കളുണ്ടല്ലോ, ഒരു നേരത്തെ അന്നത്തിനുള്ള വകയില്ലാതെ തന്റെ ജോലി കൊണ്ട് അതിനുള്ള വക കണ്ടെത്താൻ പറ്റാതെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ അഴുക്കുചാലിൽ കഴിയുന്ന ഈ സമുദായത്തിന്റെ മക്കളുണ്ടല്ലോ, ഈ സമുദായത്തിന്റെ മക്കളുടെ ഉന്നമനത്തിന്, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലെ വഖഫിന്റെ സ്വത്തുക്കൾ മാത്രം ഉപയോഗപ്പെടുത്തിയാൽ അത് മതിയാകുമെന്നാണ് ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇന്ത്യ രാജ്യത്തെ സർക്കാരിന്റെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ നടന്നു? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്ന് 6 ലക്ഷം രജിസ്റ്റേർഡ് ഏക്കർ ഭൂമിയുണ്ട് എന്നാണ് സച്ചാർ കമ്മിറ്റി പറഞ്ഞത്. ഏകദേശം അതിന്റെ മതിപ്പ് വില 1,20,000 കോടി രൂപയായിരുന്നു അന്നത്തെ മതിപ്പ് വില. അതിലൂടെ ഒരു വർഷം 12,000 കോടി രൂപയുടെ വരുമാനമുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഒരു വർഷം 12,000 കോടി രൂപയുടെ മതിപ്പുണ്ടാക്കാൻ, വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന വഖഫ് സ്വത്തിലൂടെ 12,000 പോയിട്ട് 1000 കോടിയുടെ വരുമാനം പോലുമില്ല. 500 കോടിയുടെ 200 കോടിയുടെ വരുമാനം പോലുമില്ല. ഒരു വർഷം കേവലം 163 കോടി വരുമാനം മാത്രമാണത്. 12,000 കോടിയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വഖഫ് ഭൂമിയിലൂടെ 163 കോടി മാത്രം. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കേരളത്തിലുണ്ടായിരുന്നു ഒരു നിസാർ കമ്മീഷൻ. 2008 VS അച്യുതാനന്ദന്റെ മന്ത്രിസഭ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന MA നിസാറിന്റെ നേതൃത്വത്തിൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നതിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ ഏർപ്പെടുത്തുകയുണ്ടായി. 2009 ഒക്ടോബർ 30 റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താ റിപ്പോർട്ടിൽ പറയുന്നത്? കേരള സംസ്ഥാനത്തിൽ 1000 കോടിയോളം രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ നാളുകളിൽ വഖഫിനെ പറ്റി പഠനം നടത്തിയ ഈ രാജ്യം, സംസ്ഥാനം അംഗീകരിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് മുൻനിർത്തി വഖഫ് ബോർഡിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കേണ്ടതിന് പകരം RSS നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആ വഖഫ് ബോർഡിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ പോവാ. എന്തൊക്കെയാ ഭേദഗതികള്? ആ ഭേദഗതികളുടെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം എന്താ? അവരതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഉമ്മീദ് എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. ഹിന്ദിയിൽ ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ എന്നാണ് അർത്ഥം. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യന്റ് ആൻഡ് ഡെവലപ്മെന്റ്. വഖഫിന്റെ സ്വത്തുകളെയൊക്കെ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും എന്നൊക്കെ പറഞ്ഞു ഉമ്മീദ് എന്ന പേരിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നറിയോ? വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? വഖഫ് ബോർഡിൽ പെണ്ണുങ്ങളില്ല, സ്ത്രീകളില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. നരേന്ദ്രമോദി, അമിത്ഷായും ഒക്കെ കൊടിയും പിടിച്ചിറങ്ങിയിരിക്കുക. അതുകൊണ്ട് വഖഫ് ബോർഡിൽ ഭേദഗതി വരുത്തണം. എന്നാ സഹോദരങ്ങളെ, നമുക്കറിയോ തികച്ചും കളവായ കാര്യം മാത്രമാണിത്. 2013 റഹ്മാൻ ഖാൻ ബില്ലിൽ തന്നെ ഇന്ത്യ രാജ്യത്തെ വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, തമിഴ്നാട്,
ജമ്മു കാശ്മീർ, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡിന്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ, ചെയർപേഴ്സൺ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന ചരിത്രം മുന്നിൽ നിൽക്കെ സംഘപരിവാരം പറയുന്നു മുസ്ലിം സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം കൊടുക്കണം. അല്ലേ? ഇവിടെ ഏതെങ്കിലും മുസ്ലിം സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടാണോ? മുസ്ലിം സ്ത്രീകൾ ആരെങ്കിലും തെരുവിലിറങ്ങിയോ ഞങ്ങൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞിട്ട്? ഒരു വെള്ള കടലാസിലെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞിട്ട്? ആരാ പറയുന്നത്? സംഘപരിവാരം. മുസ്ലിം സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണ് അവർക്ക്. രാജ്യത്ത് സംഘപരിവാരം ഉടലെടുത്ത നാൾ മുതൽ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളുടെ ജീവനും മാനവും നശിപ്പിച്ചു കളഞ്ഞവർക്ക് എപ്പോൾ മുതലാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളോട് ഇത്ര സ്നേഹമുണ്ടായത്? 82, 83 കാലഘട്ടങ്ങളിൽ അങ്ങ് ആസാമിൽ തുടങ്ങിയ, 92 ബോംബെയിൽ നടപ്പിലാക്കിയ, 2002 ഗുജറാത്തിൽ നടപ്പിലാക്കിയ, 2012 മുസഫർ നഗർ നടപ്പിലാക്കിയ, അതിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10,000-കണക്കിന് ചെറുതും വലുതുമായ കലാപങ്ങൾ നടപ്പിലാക്കി ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളുടെ മാനം പിച്ചിച്ചീന്തിയ സംഘപരിവാരം മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാൻ വഖഫ് ബോർഡ് ഭേദഗതിയുമായി കടന്നു വന്നിരിക്കുകയാ. ബോംബെ കലാപത്തിന്റെ ഇടയിൽ മുസ്ലിം പെണ്ണുങ്ങളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് അവരെ ബലാത്സംഗം ചെയ്തിട്ട് അലമുറയിട്ട് കരയുന്ന മുസ്ലിം സ്ത്രീകളുടെ രംഗങ്ങൾ ക്യാമറകളിൽ പകർത്തി കാസറ്റുകളാക്കിയിട്ട് ഏമാന്മാരുടെ കോട്ടകൊത്തളങ്ങളിൽ ടിവികളിൽ ആ രംഗമിട്ട് കണ്ട് കൈയടിച്ചു പൊട്ടിച്ചിരിച്ച സംഘപരിവാരത്തിന് മുസ്ലിം സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണത്രേ. അമിത്ഷായിക്കും നരേന്ദ്രമോദിക്കും മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനം നടപ്പിലാക്കണം. ഗുജറാത്തിലെ കലാപം നടപ്പിലാക്കപ്പെട്ടപ്പോൾ ഉമ്മയുടെ മാറത്തിരുന്ന മുലപ്പാലിന്റെ മറുമണം മാറാത്ത പിഞ്ചുകുഞ്ഞിനെ വലിച്ചെടുത്ത് അവളുടെ മുമ്പിൽ പാറക്കല്ലിൽ അടിച്ചു കൊന്നവർ, പരിപൂർണ ഗർഭിണിയായ പെണ്ണിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് അവളുടെ അടിവയറ്റിൽ തൃശൂലം കൊണ്ട് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ തീയിലിട്ട് കരിച്ചരിച്ചു കൊന്നുകളഞ്ഞവർ വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമവും കൊണ്ടുവന്നിരിക്കുക. നമ്മൾ നോക്കിയ ഇവർക്ക് എന്തൊരു സ്നേഹമാ മുസ്ലിം സ്ത്രീകളോട്. തീർന്നിട്ടില്ല, പിന്നെന്താ പറയുന്നേ? മതേതരത്വം ഉറപ്പുവരുത്തണം. എവിടെ? വഖഫ് ബോർഡിൽ മാത്രം. അല്ലാതെ സംഘപരിവാരത്തിന് എന്ത് മതേതരത്വ? മതേതരത്വം ഉറപ്പുവരുത്തുന്നതിനായി വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. നമ്മൾ നോക്കി എന്ത് രസവാ. എങ്കിൽ പിന്നെ വഖഫ് ബോർഡിൽ മാത്രമല്ലല്ലോ, ഓരോ ക്ഷേത്ര കമ്മിറ്റികളിലും നാട്ടിലുള്ള ഹാജിയാക്കന്മാരെ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ അങ്ങനെയും കൂടെ വേണമല്ലോ. ദേവസ്വം ബോർഡിലും നാട്ടിലുള്ള ആലിമീങ്ങളെയും കൂടെ ഉൾപ്പെടുത്താം. അപ്പോഴല്ലേ മതേതരത്വം പൂക്കുകയുള്ളൂ. സംഘപരിവാരം പറയാണ് അമുസ്ലിമുകൾ കൂടി വഖഫ് ബോർഡിൽ വന്നാലേ മതേതരത്വം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര വഖഫ് കൗൺസിലിൽ 23 അംഗങ്ങളിൽ 7 പേരെ അമുസ്ലിമുകളിൽ നിന്നും ഗവൺമെന്റ് നിർദ്ദേശിക്കും. 23-ൽ 7 പേര് അമുസ്ലിമുകളാകണം, എന്നാലേ മതേതരത്വം ഉണ്ടാവൂ. ആരായി പറയുന്നേ? സ്വന്തമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഭരണം കൈയാളുമ്പോ രാജ്യം ഭരിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട് പേരിന് പോലും ഒരു മുസ്ലിം മന്ത്രിയെ പോലും കൊണ്ടുവരാത്ത സംഘപരിവാരം പറയാ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ വന്നാലേ മതേതരത്വം പൂത്തിലുള്ളൂ. ഇവർക്കെന്തോ മതേതരത്വ? സംഘപരിവാരത്തിന് എന്നു മുതലാ മതേതരത്വം ഉണ്ടായത്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും ജനാധിപത്യവും എന്ന വാക്കുകളെ മുറിച്ചു മാറ്റണമെന്ന് ഈ രാജ്യം മുഴുവനും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സംഘപരിവാരം, അതിനു വേണ്ടിയിട്ട് മാറി മാറി ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം, മതേതരത്വം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സംഘപരിവാരം, അവർ പറയുന്നു വഖഫ് ബോർഡിൽ മതേതരത്വം ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട റോളുകളിൽ അമുസ്ലിമുകളെ വരണമത്രേ. നേരത്തേക്ക് ഈ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ നിയമം എങ്ങനെയായിരുന്നു? വഖഫ് ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ലോക്സഭ, രാജ്യസഭ എംപിമാർ, അതേപോലെ 2 റിട്ടയർഡ് ജഡ്ജിമാർ, അതേപോലെ നിയമജ്ഞരായ ആളുകൾ മുസ്ലിമുകളായിരിക്കണം. ഇത് വഖഫ് ബോർഡിന്റെ മാത്രം നിയമമല്ല. ഹിന്ദു എൻഡോമെന്റ് ആക്ട് എടുത്താൽ അവിടെ അങ്ങനെ തന്നെയായിരിക്കും അതിന്റെ നിയമം. സിഖുകാരുടെ എടുത്താൽ അങ്ങനെ തന്നെയായിരിക്കും നിയമം. ഇവിടെ ക്രൈസ്തവ സഭകളുടെ നിയമങ്ങൾ എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും. കാരണം അതാത് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ മതത്തോട് താല്പര്യമുള്ള, മതവിശ്വാസികളുള്ള ആളായിരിക്കണം. ഇസ്ലാമിക സമൂഹം വളരെ പവിത്രതയോടുകൂടി കാണുന്ന വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ തഖ്വയുള്ള, വഖഫിനോട് സൂക്ഷ്മതയുള്ള,
ഹലാലെ ഹറാമുകളെ സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം തന്നെയായിരിക്കുമ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ മുസ്ലിമുകൾ വേണമെന്നായിരുന്നു നിയമം. പക്ഷേ ഇപ്പോൾ അമിത്ഷാ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തിൽ പറയുന്നു അമുസ്ലിമുകൾ വരണമത്രേ. അപ്പോ ലോക്സഭ, രാജ്യസഭ എംപിമാരോ റിട്ടയർഡ് ജഡ്ജിമാരോ നിയമജ്ഞന്മാരോ മുസ്ലിം ആവണമെന്നൊന്നുമില്ല. അമുസ്ലിമുകളായ ആളുകളെ കൊണ്ടുവരാൻ പോവുകയാ. എന്നിട്ട് എന്താണെന്നറിയോ, വഖഫ് ബോർഡിൽ മതേതരത്വം കൊണ്ടുവരാൻ പോകുന്ന ഇവർ ഒരു നിയമം മാറ്റുന്നുണ്ട്. കാരണം 2019 വഖഫ് ആക്ടിൽ ഒരു നിയമമുണ്ട്, നോൺ മുസ്ലിംസ് ക്യാൻ ഡെഡിക്കേറ്റ് എ പ്രോപ്പർട്ടി ആസ് വഖഫ്. ഒരു അമുസ്ലിമായ മനുഷ്യനും വേണമെങ്കിൽ അവന് വഖഫ് ചെയ്യാം. അങ്ങനെയല്ലേ നമ്മുടെ നാടുകളിൽ പള്ളികൾ ഉണ്ടായത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ പള്ളി മുസ്ലിം കൊടുത്തതാണോ? അന്ന് ഇവിടുത്തെ ഹൈന്ദവർ പള്ളിക്ക് വേണ്ടി കൊടുത്ത സ്ഥലവാ. ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോഴുമുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോഴുമുണ്ട്. ഹൈന്ദവരായ സഹോദരങ്ങൾ പള്ളി നിർമ്മിച്ചു കൊള്ളുക, മദ്രസ നിർമ്മിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് അവിടെ പള്ളി പണിയുന്നു. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യ രാജ്യത്തിന്റെ വഖഫ് നിയമത്തിലുണ്ട് എങ്കിൽ ഇപ്പൊ സംഘപരിവാരം കൊണ്ടുവരുന്ന നിയമം അമുസ്ലിമുകൾക്ക് വഖഫ് ചെയ്യാൻ പാടില്ല. അപ്പം മതേതരത്വം എവിടെ പോയി? അപ്പം മതേതരത്വം എവിടെ പോയി എന്ന് മാത്രമല്ല, അവര് പറയാണ് 5 വർഷം മതം അനുശാസിക്കുന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആരാ തീരുമാനിക്കുന്നേ? ഒരാളിങ്ങനെ തന്റെ കുറച്ച് ഭൂമി വഖഫ് ചെയ്യാൻ പോണെന്ന് പറയുമ്പോ ഇതിപ്പോ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കും? ആരന്വേഷിച്ച് പറയാം? അബ്ദുള്ള കുട്ടിയെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുമോ? അതിപ്പോ വലിയ ഹജ്ജ് കമ്മിറ്റിയിലെ വലിയ ആളാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുക. നമുക്കിപ്പോ അതിൽ പുത്തരിയൊന്നുമില്ല. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാല് മക്കയില് കൊല്ലങ്ങളോളം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇരുന്ന ആള് അബൂജഹലായിരുന്നു, അബൂലഹബായിരുന്നു. അപ്പൊ ഈ അബ്ദുള്ള കുട്ടി ഇപ്പൊ ആ സ്ഥാനത്തിരുന്നിട്ട് വിടുവായത്തും പറയുന്നു എന്ന് കരുതി ഇസ്ലാമിക സമൂഹത്തിനൊരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. 5 വർഷം മതം അനുശാസിക്കുന്ന നിലയിൽ ജീവിച്ചാലേ വഖഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ പോലും. സംഘപരിവാരത്തിന്റെ പുതിയ നിയമമാണ്. എത്രത്തോളം എന്നാൽ വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വരുന്ന ആള് ഏത് മതത്തിൽപ്പെട്ട ആളെ വേണമെങ്കിലും സർക്കാരിന് നിയമിക്കാം. അതിന് വഖഫ് ബോർഡിന്റെ അനുമതി വേണ്ട. മെയിൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോലും സംഘപരിവാരത്തിന് ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റാം. സാധാരണ സംസ്ഥാന വഖഫ് ബോർഡിൽ 2 മുസ്ലിം MLA പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതിപ്പോ മാറ്റി ഒരു MLA മാത്രമാക്കി. ഈ പ്രതിനിധികളെ തെരഞ്ഞെടുത്തിരുന്നത് ബാക്കിയുണ്ടായിരുന്ന മുസ്ലിം MLA-മാരായിരുന്നു എങ്കിൽ അതും മാറ്റിയിരിക്കുന്നു. സർക്കാർ പറയും ആര് വേണമെന്ന്, ആ പറയുന്നവനെ ആ സ്ഥാനത്ത് കയറ്റി ഇരുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമായ തെരഞ്ഞെടുപ്പുകളൊക്കെ മാറ്റി സർക്കാർ നോമിനേഷനുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം MPമാർക്ക് പ്രതിനിധികളെ നിയമിക്കാമായിരുന്നു, അതും ഇപ്പൊ മാറ്റി സർക്കാർ പറയും. അഥവാ സംഘപരിവാരത്തിന്റെ ചെരുപ്പ് നക്കികളായ അബ്ദുള്ള കുട്ടിയെ പോലെ, ആരിഫ് ഖാനെ പോലെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നതായ ആളുകളെല്ലാം വഖഫ് ബോർഡിൽ തിരികെ കയറ്റിയിട്ട് ആ വഖഫ് ബോർഡിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിതമായ ശ്രമമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്കുന്നത്. എന്ന് മാത്രമല്ല, ആ വഖഫ് ബോർഡില് വഖഫ് സ്വത്തുകളുടെ വേരിഫിക്കേഷൻ ആയാലും അതിന്റെ അപ്രൂവൽ ആയാലും അതിന്റെ അധികാരമൊക്കെ വഖഫ് ബോർഡിനായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പൊ എടുത്തു മാറ്റുക. ഒരു സ്ഥലം ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അത് വെരിഫൈ ചെയ്യാനും അതിന്റെ അപ്രൂവൽ കൊടുക്കാനും ഇനി വഖഫ് ബോർഡിന് പറ്റൂല. അതാത് സ്ഥലങ്ങളിലുള്ള കളക്ടർമാരെ അത് ഏൽപ്പിക്കുകയാ. വഖഫ് ബോർഡിന്റെയും വഖഫ് ട്രൈബ്യൂണലിന്റെയും എല്ലാവിധ അധികാരങ്ങളും ഇല്ലാതാക്കുകയാണ്. നേരത്തെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ വന്നാൽ അത് തീർപ്പാക്കുകയും കമ്മീഷണറിനെ വെച്ചുകൊണ്ട് അന്വേഷിക്കുകയും ചെയ്യാൻ ട്രൈബ്യൂണലിന് അവകാശം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതില്ല, അതൊക്കെ കളക്ടർ കൈകാര്യം ചെയ്യും. സംഘപരിവാരം പറയുന്നത് എന്താ? വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര കോടതിയാണ്. നമ്മൾ അവിടെ കേസുമായിട്ട് പോയി ഇവരൊരു തീർപ്പ് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ചക്കള്ളമല്ലേ? ഇന്ത്യയിൽ എത്രയോ ട്രൈബ്യൂണലുകൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ തീർപ്പിനെതിരെ മേൽക്കോടതിയിൽ പോകാൻ ഇന്ത്യ രാജ്യത്തെ ഏതൊരു പൗരനും അനുവാദമുള്ളതുപോലെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വസ്തുവിന്റെ കാര്യത്തിൽ അതിൽ കേസായി
വഖഫ് ട്രൈബ്യൂണൽ അത് വഖഫിന്റെ ഭൂമി തന്നെയാണെന്ന് പറഞ്ഞാൽ മേൽക്കോടതിയിലേക്ക് പോകാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. പക്ഷേ സംഘപരിവാരം തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് RSS നേതൃത്വം കൊടുക്കുന്ന മോഡി സർക്കാർ വഖഫ് ട്രൈബ്യൂണലിന്റെ അധികാരങ്ങളെല്ലാം എടുത്തുമാറ്റുകയാണ്. വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അതിന്റെ രജിസ്ട്രേഷൻ അപേക്ഷ കളക്ടറുടെ കയ്യിൽ കൊടുക്കണം. ആളും സ്വത്തുമെല്ലാം യോഗ്യമാണോ എന്ന് കളക്ടർ പരിശോധിച്ച് തീരുമാനിക്കും. ഏതെങ്കിലും ഒരു സ്വത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നാൽ വെരിഫിക്കേഷൻ നടത്തി സർക്കാരിന് തീർപ്പ് കൊടുക്കേണ്ടത് കളക്ടറാണ്. കളക്ടറിന് ഇങ്ങനെ ഒരു കേസ് തീർപ്പ് കൽപ്പിക്കാൻ കാലപരിധിയില്ല. എത്ര നാള് വേണമെങ്കിലും കളക്ടർക്ക് അത് നീട്ടിക്കൊണ്ടുപോകാം. തീർപ്പ് കൽപ്പിക്കുന്നത് വരെയും ആ ഭൂമി വഖഫ് ബോർഡിന്റേതായിരിക്കില്ല. അതേതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റേതോ ആയിരിക്കും. സംഘപരിവാരം കൊണ്ടുവരുന്ന നിയമമാ എന്ന് പറഞ്ഞാൽ സംഘപരിവാരത്തിന്റെ ആളുകളെ മുഴുവനും കളക്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അതുവഴി വഖഫ് ബോർഡിൽ അവർക്ക് അധികാരം കൊടുത്തിട്ട് ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കളെ മുഴുവനും ഉന്മൂലനം ചെയ്യുക. നമുക്കറിയല്ലോ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് അന്ന് അയോധ്യയിൽ ഫൈസാബാദിൽ ഉണ്ടായിരുന്ന മലയാളിയായ KK നായർ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ്, അയാളാണ് ബാബരി മസ്ജിദ് സംഘപരിവാരത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിധി പ്രസ്താവം നടത്തുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്തു. എങ്കിൽ അതുപോലെയുള്ള നായരുമാരെ കൊണ്ടുവന്ന് അതുപോലെയുള്ള RSSകാരെ കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വഖഫ് സ്വത്തുക്കളെ മുഴുവനും അന്യാധീനപ്പെടുത്താൻ സംഘപരിവാരം ശ്രമിക്കുകയാ. വർഗീയത കൊണ്ട് കൂറു തെളിയിക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന പാരമ്പര്യ സംഘപരിവാരത്തിനുള്ളതെങ്കിൽ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ പോലും ഇതുപോലെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൊടുത്തുകൊണ്ട് സംഘപരിവാരത്തിന് അനുകൂലമാക്കിയില്ലേ? RSSന്റെ കാര്യാലയത്തിൽ നിന്നും എഴുതി കൊടുക്കുന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ തങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് രാജ്യത്തിന്റെ ന്യായാധിപന്മാർക്ക് തന്നെ വിധി എഴുതേണ്ടി വരുമ്പോ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പ്രസ്താവം നടത്തിയ രഞ്ജൻ ഗൊഗോയി ഇന്നിപ്പോ ഇതാ BJPയുടെ സീറ്റിൽ രാജ്യസഭ MP ആണ്. നമ്മളിപ്പോ കാണുകയല്ലേ, കേരളത്തിൽ പോലും DGPമാരായി ഉന്നത പോലീസ് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവരെന്നവരൊക്കെ RSSന്റെ ആളുകളായിരുന്നു, RSSന് വേണ്ടി പണിയെടുത്തവരായിരുന്നു. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റിയിട്ട് ആ വഖഫ് ബോർഡിനെ നശിപ്പിക്കുക. എന്നിട്ട് തീരുമാനം കളക്ടറിന്റെ കയ്യിലാണ്. എത്ര നാള് വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. ഇതിന്റെ അപകടം തിരിച്ചറിയുക. കാരണം ഈ വഖഫ് ഭേദഗതി നിയമമെങ്ങാനും നടപ്പിലാക്കിയാൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് സ്വത്തുക്കളും 6 മാസത്തിനകം റീ രജിസ്ട്രേഷൻ നടത്തണം. അവിടെയാണ് പ്രശ്നം. 6 മാസത്തിനകം മുഴുവൻ വഖഫ് സ്വത്തുക്കളും റീ രജിസ്ട്രേഷൻ നടത്തണം. അങ്ങനെയാകുമ്പോ വാക്കാൽ വഖഫ് ചെയ്യപ്പെട്ടവർക്ക് ഒരു പക്ഷേ രേഖയുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെട്ടു പോയതോ നശിച്ചു പോയവരുണ്ടാവും. മുഗളന്മാരിലൂടെ കൈമാറി കിട്ടിയതുണ്ടാവും. വർഷങ്ങളായി ഉപയോഗിച്ച് വഖഫ് ബൈ യൂസർ എന്ന നിയമത്തിലൂടെ വന്നവരുണ്ടാകും. ഇതിനൊക്കെ എന്ത് രേഖകൾ സമർപ്പിക്കും? സംഘപരിവാരത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ രാജ്യത്തെ മുസൽമാന്റേതായ പൗരത്വം നഷ്ടപ്പെടുത്തിയതുപോലെ ഈ രാജ്യത്തെ മുസൽമാന്റെ നിലനിൽപ്പിന് ആധാരമായ വഖഫിനെ പോലും നഷ്ടപ്പെടുത്താൻ സംഘപരിവാരത്തിന് സാധ്യമാകും. നമ്മുടെ മുൻഗാമികളായ മുഗളന്മാരിലൂടെ കിട്ടിയ ആ സ്വത്തിനൊക്കെ പിന്നെ എന്തെങ്കിലും വില ഉണ്ടാവോ? മുസ്ലിമീങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനീതന് നാളെ പോകേണ്ടത് തിരുവനന്തപുരം ജില്ലയിലേക്കാ. നിങ്ങൾക്കറിയോ, ഇന്ത്യ രാജ്യത്തെന്നല്ല ലോകത്തെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാ. അറിയോ? അത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയം തിരുവനന്തപുരത്താ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണത്. നമുക്കറിയാലോ, 6 അറകളുണ്ട് അവിടെ. ACDEF അറകളൊക്കെ തുറന്ന് കുറച്ചൊക്കെ നോക്കി. ഏറ്റവും വലിയ നിലവറയായ B നിലവറ തുറന്നിട്ടില്ല. കിലോ കണക്കിന് സ്വർണ്ണമുണ്ട് അവിടെ. വിലപിടിപ്പുള്ള രത്നങ്ങളും കല്ലുകളും കിരീടങ്ങളും സ്വർണ്ണ അങ്കികളും സ്വർണ്ണ കസേരകളും ഉണ്ട് അവിടെ. കിലോമീറ്ററുകളോളം നീളമുള്ളതായ സ്വർണ്ണമാലകളുണ്ട് അവിടെ. അവിടെ അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, 800 കിലോഗ്രാം സ്വർണ്ണ നാണയം ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. എത്ര? 800 കിലോ സ്വർണ്ണ നാണയം ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർണ്ണ നാണയങ്ങളിൽ ഒരു സ്വർണ്ണ നാണയത്തിന്
ഇന്നത്തെ വിലയനുസരിച്ച് 2.7 കോടി വില. ഒരെണ്ണത്തിന് 2.7 കോടി. ഇങ്ങനെ 800 കിലോ സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിലപിടിപ്പുള്ള വജ്രക്കല്ലുകളുണ്ട്. ഒരു മനുഷ്യന്റെ തള്ളവരലിനേക്കാൾ വലിപ്പമുണ്ട് ആ വജ്രക്കല്ലുകൾക്ക്. ഇങ്ങനെ കോടിക്കണക്കിന് സ്വത്തുക്കൾ അവിടെയുണ്ട്. ഈ സ്വത്തുക്കളൊക്കെ എവിടെ നിന്ന? രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് നികുതി പണം കിട്ടിയ സ്വത്തക്കൂട്ടത്തിലുണ്ട്. ചുങ്കപ്പിരിവ് നടത്തിയത് അവിടെയുണ്ട്. അതേപോലെ തന്നെ പിഴയായി കൊടുത്തതുണ്ട്. രാജാവിന് കാഴ്ചയായി സമർപ്പിച്ചതുണ്ട്. ഇങ്ങനെ രാജ്യത്തിന്റെ സമ്പത്തായിരുന്ന സ്വത്ത് മുഴുവനും രാജാക്കന്മാർ തൃപ്പടിദാനം നടത്തി ശ്രീപത്മനാഭന്റെ മുന്നിൽ. ശ്രീപത്മനാഭന് വഖഫ് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ നിധി ശ്രീപത്മനാഭന് വഖഫ് ചെയ്തു. വല്ല പ്രയോജനമുണ്ടോ? ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ഒരു സാധനം, ഒരു വസ്തു, ഒരു ഭൂമി വഖഫ് ചെയ്യുമ്പോ അത് പ്രയോജനമുള്ളതായിരിക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ പൂട്ടിയിട്ട് വെക്കാനുള്ളതാകരുത്. പ്രയോജനം ചെയ്യണം. നമ്മൾ നോക്കേ, ലോകത്തെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയത്തിന് ദൈവത്തിന് വേണ്ടി വഖഫ് ചെയ്ത, തൃപ്പടി ദാനം ചെയ്ത സ്വർണം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത്ര കോടി സ്വർണം അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഇവിടെ SDPI പരിപാടി നടത്തുന്നത്, പ്രതിഷേധ പരിപാടി നടത്തുന്നത് ആ സ്വത്ത് മുഴുവനും രാജ്യത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ ആരും അങ്ങനെ പറയുന്നില്ല. മുസ്ലിം ലീഗ് പറയുന്നില്ല, ജമാഅത്ത് ഇസ്ലാമി പറയുന്നില്ല, PDP പറയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലുള്ള കോടിക്കണക്കിന് സ്വർണം ഈ രാജ്യത്തിന് വേണ്ടി ചെലവാക്കണമെന്ന് പറയുന്നില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി ചെലവാക്കണമെന്നും പറയുന്നില്ല. കാരണം എന്താ?